എന്താന്നറിയില്ല, ആകെ ഒരു തരിപ്പ്. മോനെ പീറ്ററെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉടനെ ചെയ്യണം. എന്ത് ചെയ്യാൻ കഴിയും? തുമ്മിച്ചാനും ജോണിയും കൂട്ടിപ്പോയി അവനോടൊന്ന് തല്ലി നോക്കാം. അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ പീറ്ററെ. തല്ലിയാലും നമ്മൾ ജയിക്കില്ല തുമ്മിച്ച. ജയിച്ചാലും ജയം പിടിച്ചു നിർത്താൻ നമ്മൾ പ്രയാസപ്പെടും. അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നമുക്കുണ്ട്. സോ കൗശലപൂർവം കാത്തിരിക്കാം. പഴയതുപോലെ ആറ് നീന്തി രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്ന കാലം വരും. അതുവരെ എലി കിടന്ന് ചുമ്മാ കളിക്കട്ടപ്പാ, നമുക്കത് കണ്ടു രസിക്കാം. പൂച്ചയ്ക്കും വേണ്ട ഒരു അല്പസ്വല്പ എന്റർടൈൻമെന്റ്സ്. എന്റെ 3.5 കിലോ സ്വർണം വെച്ച എലി കളിക്കണേ, അത് ഓർമ്മ വേണം പൂച്ചയ്ക്ക്. ഈ ആൾമാറാട്ടം അറക്കളം പീലിയുടെ മാത്രം വകയൊന്നും അല്ലല്ലോ. വല്യപ്പച്ചായനും അറിഞ്ഞുകൂടായിരുന്നോ? കുറേശ്ശെ. എന്റെ അപ്പൻ ഇതിൽ എക്സ്പെർട്ട് ആയിരുന്നു. അപ്പൻ അറിയില്ല ഇതൊന്നും. പിന്നെ ഇപ്പൊ ടച്ച് വിട്ടുപോയി. കൊച്ചു ബേബി, നീ പൊറുക്കണം. പൊറുക്കാൻ കഴിയാത്തതാ ഞാൻ ചെയ്തതൊക്കെ, നിന്നോടും അപ്പനോടും. മറക്കാനും പൊറുക്കാനും കഴിയുന്നല്ല ഒന്നും. എന്നാലും ജീവിതം ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത, എല്ലായിടത്തും തോറ്റു തളർന്നു പോയ ഒരു കിഴവന്റെ അത്യാഗ്രഹമാണ്. ചോദിച്ചോട്ടെ. ഇനിയുള്ള കാലം അവർക്ക് എൻ്റെ കൂടെ താമസിക്കണമെന്ന്, ഞാനൊരു പെണ്ണുമൊക്കെ കെട്ടി അപ്പൻ എൻ്റെ പിള്ളേരെ കളിപ്പിക്കണമെന്ന്. എന്റെ മീനുവേ, അത് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് അങ്ങ് അയ്യോ ഭാവം തോന്നിപ്പോയി. അതിയാനോ? തന്തയെ കയറി ഔസേപ്പേട്ടെന്ന് വിളിക്കുന്ന പരിപാടിയൊക്കെ അതങ്ങ് ബോംബെയില്, ഇത് മലബാറാ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കട ചെറുക്ക. ബഹുമാനസല്ലേ അതിയാന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ദാറ്റ് മാൻ ഓ ആദ്മി. പാവം സാറാമ്മ, അവളെന്നാ പറഞ്ഞു? സാറാമ്മച്ചി എന്നതാണോ, എനിക്ക് അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. വിരോധമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അവരാണല്ലോ എല്ലാത്തിനും മൂല കാരണം. യൂണിവേഴ്സിറ്റി അല്ലേ. ആ അതൊക്കെ പോട്ടെ, എന്താ നിന്റെ അടുത്ത പരിപാടി? ഈ പന ഞാൻ എന്ത് ചെയ്യും, അതല്ലേ മീനാമച്ചി ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതെ കുട്ടാ, ഒന്നും ചെയ്യില്ല. ലെറ്റ് ഹിം ലിവ്, ജീവിച്ചു പോട്ടെ നീ. പക്ഷെ മുതല് പോയി ഇപ്പൻ വെറുതെ ഇരിക്കോ? അവന്റെ രണ്ടാമത്തെ മോനുണ്ടല്ലോ പീറ്റർ, ഭീകരനവൻ. ഒരുപാട് ഭീകരന്മാരെ കണ്ടും കൊണ്ടും പദം വന്നവനായി കൊച്ചു ബേബി. പ്രതികാരം 2 വിധം ചെയ്യാം. ഈപ്പനെയും മക്കളെയും കൊന്ന് ജയിലിൽ പോവാം, അതൊരു വഴി. രണ്ടാമത്തത് ഐ പ്രിഫർ ദാറ്റ്. എന്താ? വല്യപ്പച്ചനും ഇടിപ്പാപ്പനും പണ്ട് ജയിലിൽ കിടന്നപ്പോ ഈപ്പൻ എന്തായിരുന്നു പണി? ഈയം പൂശാനുണ്ടോ, കിണ്ടി വിളക്കാനുണ്ടോ? ഈയം പൂശാനുണ്ടോ? അതെ, കിണ്ടിയുടെയും മുന്തയുടെയും ഓട്ടയടിച്ച് ഈയം പൂശിയും നടന്നവന് ചെറുതാണെങ്കിൽ ഒരു സ്വർണ്ണക്കട നടത്താൻ കാശ് കൊടുത്തത് വല്യപ്പച്ചനാ. ഈപ്പനവന്റെ തലവഴി കാണിച്ചു, കൊടുത്ത കൈക്ക് തന്നെ കൊത്തി. ഇനി അതേ ഈപ്പൻ ഈയം പൂശാനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് എനിക്കൊന്ന് നേരിട്ട് കാണാം. നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ, തന്തേരെ തന്തയ്ക്ക് പിറന്നവനാ. ഈപ്പൻ തെണ്ടണം, എനിക്കും അതൊന്ന് കാണണം. തെണ്ടിച്ചു തരാം മീനു, അതിന് പക്ഷെ തായ്വേര് ഇറക്കണം. തായ്തടി അറിയാതെ തായ്വേര് ഇറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതെന്ത്? അതൊക്കെ പറയാം. തൽക്കാലം ഞാൻ ആ തിയേറ്റർ എടുത്ത് നടത്താൻ പോവാ, മേരി മാതാ ടാക്കീസ്. ഹലോ, രാവിലെ തന്നെ ബാലഗോപാലിനെ എണ്ണ ഏൽപ്പിക്കുകയാണോ? ഇങ്ങോട്ട് വാടി. എന്നതാ? എളിയേ, ഇവൻ അവിടെ സർക്കസിലെങ്ങാണ്ടായിരുന്നു പണി കേട്ടോ. നിങ്ങൾ ഇങ്ങ് വന്നേ മനുഷ്യ, വാ ഇങ്ങോട്ട്. അതെ, കൊച്ചു ബേബിക്ക് കെട്ടുപ്രായം കഴിഞ്ഞു, ഇനി വൈകിക്കരുത്. പിന്നെ അൺമാരീഡ് ബോയ്സ് രാത്രിയിൽ ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ, നമ്മുടെ കടമ മറക്കരുത്.
ഉടനെ ഒരു ആലോചന തുടങ്ങി വെക്കണം. വാ. ഇതാരും മീനു കാലത്തെ എന്താ ഈ വഴിക്ക്? ഇത്തിരി സംസാരിക്കാനുണ്ട്. കാലത്തെനിക്ക് സമയമില്ല, വൈകിട്ടാട്ടെ. ഓ, വൈകിട്ടും പറ്റുമെന്ന് തോന്നുന്നില്ല. അവര് വിടുകയല്ല, വൈകും. ആര് വിടുകയല്ലെന്ന്? ഫിലിം ചേംബറുകാര്. ഫിലിം ചേംബറോ? നിനക്ക് എന്നാ ഫിലിം ചേംബറിൽ കാര്യം? ഞാനല്ലയോ മേരി മാതായുടെ ഓണർ. നീ പോടാ ചെറുക്ക. ആ, എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ആ, അതൊക്കെ പിന്നെ പറയാം. നീ ചേംബറിൽ പോയിട്ട് വാ. ചുമ്മാ സസ്പെൻസ് ഇടല്ലേ മീനുക്കുട്ടി. ഞാൻ ഇന്നലെ ഒരു ജോത്സ്യരെ കണ്ടു. പേര് നാളും പറഞ്ഞ് നിന്റെ പേരിൽ ഒരു രാശി വെപ്പിച്ച് നോക്കി. ആ, എങ്കി വണ്ടി വിട് മീനുക്കുട്ടി. എനിക്ക് ഈ ജ്യോതിഷത്തിലൊന്നും പണ്ടേ വിശ്വാസമില്ല, വെറും ഗുണ്ട്. സത്യം. അയാള് പറഞ്ഞത് കേട്ടപ്പോ എനിക്കും ജ്യോതിഷത്തിലുണ്ടായിരുന്ന വിശ്വാസം അങ്ങ് പോയി. അയാൾ എന്താ പറഞ്ഞത്? നിന്റെ കല്യാണം ഉടനെ നടക്കുമെന്ന്. പുളു. അതേനെ, കയ്യിലുണ്ടായിരുന്ന കാശ് പോയത് മിച്ചം. അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു. അത് ഇതിനേക്കാൾ വലിയ പുളു, പുപ്പുളു. അതെന്താ? പെണ്ണ് അതിസുന്ദരിയായിരിക്കും. നീലിപ്രിങ്ങാതി തേച്ച് തുളസി കതിൽ ചൂടിയ ഗ്രാമീണ സുന്ദരിയല്ല, യമണ്ടൻ ചരക്ക്, ഉരുപ്പടി, പീസ്. തങ്കം പോലെ ഒരു പെണ്ണ് വന്ന് കേറും. അതും നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലണ്ട. ഓ, അങ്ങോട്ടെന്റെ പട്ടി പോവും. പട്ടി ചെല്ലും. കാരണം പട്ടിക്ക് നിന്നേക്കാൾ വിവരമുണ്ട്. അത്താഴം കഴിഞ്ഞ അവന് കസർത്തെടുക്കാം, മസില് പെരിപ്പിക്കാൻ. വേസ്റ്റ് ജന്മം. നീ ഇങ്ങനെ ഇരുന്ന് പോളോടാ മോനെ. തങ്കം പോലെ ഒരു പെണ്ണ് വന്ന് കേറും. ഈ പോക്കത്ര ശരിയല്ലല്ല. അതും നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലണ്ട. അയ്യോ അയ്യോ, എന്റെ അമ്മച്ചേ, ഓടിവായേ, ഓടിവായേ. അയ്യോ അയ്യോ, എന്റെ അമ്മച്ചിയോ. എന്നതാണോ എന്റെ അമ്മച്ചിയോ. എടോ, താൻ എന്തിനോടെ കിടന്ന് കാർന്നത്? അലച്ചു തല്ലി വീണത് ഞാൻ. മാനത്ത് നോക്കി മേക്കാന്ന് വണ്ടി ഓടിച്ചിട്ട് അയാൾ കിടന്ന് കാർന്നു. അയ്യോ, എനിക്ക് വയ്യായേ. എന്റെ പൊന്നു മീനാമച്ചി, ഇത് അത് തന്നെ. നമ്മൾ അങ്ങോട്ട് അന്വേഷിക്കുന്ന നിലയിൽ ഇങ്ങോട്ട് വന്ന് കേറുമെന്ന് പറഞ്ഞില്ലേ? കേറി. അയ്യോ, ഇത് എവിടെ നിന്ന് വന്ന് കേറിയടി വെച്ചേ നീ? നല്ല തങ്കം പോലൊരു പെണ്ണ്. നീ ആ കൈയൊന്നും ഇങ്ങോട്ട് നീട്ടിക്കേ. നിന്റെ സ്റ്റാൻഡിങ് പോസ്റ്റ് ആണെന്ന് കണ്ട്. കൈ കൊടുക്കാറില്ലേ? നമുക്ക് ആ ചർലി കിടന്ന് നുറലാം. ദങ്ങനെ ദങ്ങനെ ദങ്ങനെ. 1 2 3. വട്ടത്തിലും നീളത്തിലും എതിലേ കൂടെ നോക്കിയാലും ഇവളെ മണ്ടൻ. ഇത് കവിതൈ. നിന്റെ പേരെന്നാടി കൊച്ചേ? തങ്കമണി. തങ്കമണി. തങ്കം പോലെ ഒരു പെണ്ണ് വന്ന് കേറും. ഇനി ഒന്നും നോക്കാനില്ല, ഇത് അത് തന്നെ. വാ പോ. എങ്ങോട്ട്? രജിസ്റ്റർ ഓഫീസിലേക്ക്. എന്തിന്? കല്യാണം കഴിക്കാൻ. നേരം പോണു പെണ്ണേ. എനിക്കൊന്നാമത് കെട്ടുപ്രായം കഴിഞ്ഞു. നീയും അത്ര ഇള്ളാ കുഞ്ഞൊന്നും അല്ലല്ലോ. ഇവളെന്താ ഇങ്ങനെ കെട്ടാമങ്കയായിട്ട് നിന്നുപോയി? എടി ആമ്പറന്നോടൊക്കെ എടാപോടാന്ന് വിളിക്കുന്നു നിന്നെ. എന്നാലും നിന്നെ ഞാനൊന്നും ചെയ്യല. ബിക്കോസ് എനിക്ക് നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മിനിറ്റ്, ഒന്ന് ഫോൺ ചെയ്തോട്ടെ. തിരക്കില്ലല്ലോ? ഹലോ മീനു, ഇത് ഞാനാ, കൊച്ചു ബേബി. നമ്മൾ രാവിലെ പറഞ്ഞില്ലേ ആ ഉരുപ്പടി? അതിനെ കണ്ടു കേട്ടോ. തങ്കമണി. കിടിലൻ. ചേട്ടാ ഒന്ന് വന്നേ. എന്തേ? പക്ഷെ ആളൊരു ഇച്ചിരി മുറ്റ. അതൊക്കെ വളച്ചെടുത്തോ. പിന്നെ കാശ് കൊടുക്കടോ. ഏത് കാശ്? 2000 മുട്ടയുടെ കാശ് കൊടുക്കാൻ. 2000 മുട്ടയുടെ കാശ്? അത് ഏറിപ്പോയാലും 150 മുട്ട കാണും. ബാക്കി മുട്ട നിങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടോ. മോളെ തങ്കമണി,
മോള് ചോദിച്ചാ ബേബിച്ചാൻ എന്തും തരും, പക്ഷേ ആളെ കൂട്ടിക്കൊണ്ടൊന്ന് ആക്കരുത്. ഞാൻ ചോദിച്ചാ ബേബിച്ചാൻ എന്തും തരുമോ? ഞാൻ അല്പം ചീപ്പാകാൻ തന്നെ തീരുമാനിച്ചു. ചോദിച്ചോ. ശരി ശരി, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു. ഇനി നിങ്ങൾ പോയിക്കോ. പോടെ ഓടാ വന്നി. ഓ, എണ്ണൊന്നും വേണ്ട ബേബിച്ചായ, അതിന് തന്നേ. താങ്ക്സ്. പോടാ പ്രാന്താ, ഊളം മാറേ. എടി ചെയ്യട്ടെ. ഞാൻ പോടോ താടിയ നസ്രാണി. നിന്നെ ഇന്ന് ഞാൻ ഊഹൂ. യേ. നല്ല അടക്കോ ഒതുക്കമുള്ള പെണ്ണ്. ബേബിച്ചായോ, ഇത് എന്നാ പറ്റി? അതെ, ഇതിന്റെ സ്പാർക്ക് പ്ലഗിന്റെ സുന പോയതാ. ദേ ഇരിക്കുന്നു സ്പാർക്ക് പ്ലഗിന്റെ സുന. ബേബിച്ചായോ, ഈ തങ്കമണി ബേബിച്ചാന് പറ്റിയ പെണ്ണല്ലോ. നീ അവളറിയോ? പിന്നെ അറിയൊന്നോ? കൊള്ള, നല്ല കഥയായി. അവളെ അറിയാത്ത ആരെങ്കിലും ഉണ്ട് ഈ നാട്ടില്? ഈ കാർഗിൽ നാരായൺ എന്ന് കേട്ടിട്ടുണ്ടോ? പട്ടാളക്കാരൻ, മിലിറ്ററി ജവാൻ. അവൻ ജയിലിലല്ലേ ആ ചട്ടമ്പി? അവന്റെ പെങ്ങളെ മറ്റോ വന്നോടാ. ആ പെങ്ങളായിരുന്നെങ്കിൽ എന്ത് ഭേദം. ഇതവന്റെ മുറപ്പെണ്ണാണ് തങ്കമണി, മുറപ്പെണ്ണ്. ഓ, അപ്പൊ കാർഗിൽ നാരായണന് കൈ കൊടുക്കേണ്ടി വരും. അതായിരുന്നെങ്കിൽ എന്ത് ഭേദം. ഇതേ ഇവൾക്ക് തന്നെ കൈ കൊടുക്കേണ്ടി വരും ബേബിച്ചായ, ഈ തങ്കമണിക്ക്. ആ കഴിഞ്ഞ അവധിക്ക് വന്നപ്പോ ഈ നാരായണൻ തങ്കമണി ഒന്ന് കയറി പിടിച്ചു. എന്തിന്? ആണ് പെണ്ണിനെ കയറി പിടിക്കുന്നത് എന്തിനാണ്? ഇയാൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണെന്ന് ഇല്ലേ? നീ പറ. ഇവൾ അവനെ വെട്ടി ഓലക്കീർത്ത് നെറുകന്തറ കടിച്ച് അവന്റെ ബോധം പോയി, പാവം. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മറ്റേ വകുപ്പിലൊരു കേസും കൊടുത്തു. ഏത് വകുപ്പില്? പീഡിപ്പിക്കൽ. പീഡിപ്പിക്കൽ. പാവം നാരായണന് 4 കൊല്ലം തടവും. ഇവക്ക് തന്തയും തള്ളിയൊന്നുമില്ലേ? അപ്പനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുപോയി, ബസ് ആക്സിഡന്റാ. അതിന്റെ ഇൻഷുറൻസ് തുക 1 ലക്ഷം രൂപ ഇവളുടെ പേരിൽ ബാങ്കിലുണ്ട്. സത്യത്തിൽ നാരായണന്റെ നോട്ടം ആ കാശാ. ഇവളെന്താടാ ജാതി? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണല്ലോ പ്രമാണം. മനസ്സിലായി. അത് വലിയ കുഴപ്പമില്ലാത്ത ജാതി, അഡ്ജസ്റ്റ് ചെയ്യാം. ബേജായോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തങ്കമ്മന്റെ അടുത്ത് മറ്റു പരിപാടി നടക്കട്ടോ. എടാ, അത് ഞാനവിടെ കെട്ടാൻ പോവില്ലേ? അപ്പൊ പിന്നെ നടക്കുമല്ലോ. നടന്നില്ലെങ്കിൽ അതിന്റെ ആന്തരിക വശങ്ങളായിട്ടുള്ള നിർത്ത്. രാഘവ മാഷ്ക്ക് എന്നാ പറ്റിയേ? പറ്റിയത് മാഷക്കല്ല, മൂത്ത മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈപ്പച്ചന് ആധാരം തിരിച്ചു കൊടുക്കാത്തോണ്ട് പെണ്ണിന്റെ കല്യാണം മുടങ്ങി. എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീസ് ഓക്കെ. എങ്ങനെയുണ്ട് പക്ഷേ? അപകടഘട്ടം കഴിഞ്ഞാ ഡോക്ടർ പറഞ്ഞത്. നിങ്ങളിലേക്ക് ദയ. നിങ്ങൾ എന്തിനാ വീടും പറമ്പും പണയം വെക്കാൻ പോയത്? അത് ഈപ്പന്റെ അടുത്ത്. ഇവനെ എഞ്ചിനീയറിംഗിന് വിടാൻ കുറച്ച് കാശ് വേണ്ടിയിരുന്നു. 4 ലക്ഷം. 3 പെൺമക്കളെ കെട്ടിച്ചു വിടാറുള്ള തന്ത സ്വാശ്രയ കോളേജിൽ കൈക്കൂലി കൊടുക്കാൻ വീടും പറമ്പും പണയം വെക്കുന്നു. പിന്നെ അത് വീട്ടാൻ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് കടം കൊടുക്കും. കടം വീട്ടാമെന്ന് പറഞ്ഞിട്ട് ഈപ്പനെന്താ ആധാരം തിരിച്ചു തരാത്തെ? ഒക്കെ തരാന്ന് പറഞ്ഞതാ, തന്നില്ല. ഈപ്പൻ എവിടെ ഉണ്ട്? ടൗണിൽ കാണും. ഇന്നവിടെ സ്വർണ്ണക്കടയുടെ പരസ്യത്തിന്റെ ഷൂട്ടിങ്ങാ.